സംസ്ഥാനത്തെ ഇന്റലിജൻസ് വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ ഇതെങ്ങനെ സഹിക്കും? അതോ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണോ ഇന്റലിജൻസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല, കോൺഗ്രസിന് അനുകൂലമായിട്ടൊരു തരംഗമുണ്ട് എന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ മറ്റൊരു വെർഷനാണ് നമ്മൾ കണ്ടത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം 2010 എങ്ങനെയായിരുന്നോ കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നത്, അതേപോലെ ഒരു തരംഗത്തിലേക്ക് കോൺഗ്രസ് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് പല ചാനലുകാരും പലയിടങ്ങളിൽ നിന്ന് പറയാറുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ എത്തില്ല, കോൺഗ്രസിന് അതിനുള്ള ശേഷിയില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് പിണറായി വിജയന്റെ പോലീസ് ഈ സംവിധാനങ്ങൾ മുഴുവൻ നടത്തിയ പരിശോധനയിൽ മനസ്സിലായത് 100-110 സീറ്റിന് UDF അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. അതിൽ 9 ജില്ലകളിൽ UDFന് കൊയ്ത്തുകാലമായിരിക്കുമെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM അധികാരത്തിൽ വരും, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് കെബിൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യമാണെങ്കിലും കേരളത്തിലെ അനാലിറ്റിക്സിൽ 20% ഡിഫക്റ്റ് വരാം. അങ്ങനെ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാലും 100% ഒക്കെ എങ്ങനെ ഡിഫക്റ്റ് വരും എന്നുള്ള ചോദ്യങ്ങളാണ് ബാക്കിയാണ്. അപ്പോ എന്താണെങ്കിലും ജനങ്ങൾ വിധി എഴുതുന്നതാണ്. നമ്മൾ ഇനി ആര് എവിടെ ഇരുന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങളാണ് വിധി എഴുതുന്നത്. അവർക്കിഷ്ടമുള്ള നേതാവാണെങ്കിൽ, അവർക്കിഷ്ടമുള്ള പ്രത്യയശാസ്ത്രമാണെങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട നിലപാടാണെങ്കിൽ അവർ വോട്ട് കൊടുക്കും. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഒരാളാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ലക്ഷ്യബോധത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് വന്നിട്ടുള്ളത് എന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വോട്ട് കൊടുക്കും. അതാണ് നമുക്ക് പറയാനുള്ളത്. CPM-നെ സംബന്ധിച്ച് 10 വർഷമായി അധികാരത്തിലെത്തിയിട്ട് ഈ 10 വർഷം കൊണ്ട് നേടാൻ കഴിയുന്നതിലും അധികം ചീത്തപ്പേരും വെറുപ്പും നേടാൻ സമ്പാദിക്കാൻ കഴിഞ്ഞൊരു പാർട്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM തന്നെയാണ്. റോഡിലിറങ്ങി പിണറായി വിജയനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ 10-ൽ 7 പേരും ചീത്ത വിളിക്കുന്നത് പിണറായി വിജയനോടുള്ള വിരോധമാണ്, അല്ലെങ്കിൽ CPM എന്ന സംവിധാനത്തോട് അതിനോടല്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ ധാർഷ്ട്യം. CPM-നുള്ള ധാർഷ്ട്യം CPM-ന്റെ നേതാക്കൾക്കാണ്. അതെ, CPM-ന്റെ നേതാക്കന്മാർക്ക്. ഇപ്പോ നമ്മള് പേരെടുത്ത് പറയുന്നതല്ല. ഇപ്പോ പിണറായി വിജയന്റെ ഒരു ധാർഷ്ട്യ സ്വഭാവത്തെ പറ്റി പല ആളുകളും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അച്ചടക്ക ശൈലി, പട്ടാളച്ചിട്ട, ഇതെല്ലാം പറയാറുണ്ട്. കേഡർ സംവിധാനത്തിന് വേണ്ടെന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ അത് സാധാരണപ്പെട്ട ജനങ്ങളോട് കാണിക്കുമ്പോഴാണ് ഒരു അപേക്ഷയമായിട്ട് ചെല്ലുമ്പോൾ പുറത്തവിടെ വെയിറ്റ് ചെയ്ത് നിൽക്ക് എന്ന് ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്ന രീതിയിലേക്ക്, എൻ്റെ വീടിന്റെ തിണ്ണയിൽ നീ വരണം ഇതുമായി എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർമാരും ഇവിടുത്തെ LC സെക്രട്ടറിമാരും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായതിന്റെ പോരായ്മയാണ് CPM ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി അനുഭവിക്കാൻ പോകുന്നതും. കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിണ്ണമെടുക്ക് കാണിക്കാൻ ശൈലി മാറ്റണം. ശൈലി മാറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോഴവരുടെ ശൈലി എന്താണ്? നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ എൻ്റെ വീട്ടിൽ വരണം, വീട്ടിൽ വന്ന് എന്നെ കണ്ട് എൻ്റെ കാല് പിടിച്ചാൽ നിനക്ക് ഞാൻ തരും. ആ ശൈലിയിലേക്ക് എത്തി. രാജാക്കന്മാരുടെ കാലത്ത് രാജാക്കന്മാരെ പോയി കണ്ട് എല്ലാം കൊടുത്ത് അങ്ങനെ എനിക്ക് ചെയ്തു തരണം എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് LC സെക്രട്ടറിയുടെ വീട്ടിൽ ചെല്ലണം. പഞ്ചായത്ത് മെമ്പറിനെ പോലും പോയി കാണണ്ട, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി കാണണം, LC സെക്രട്ടറി പറയണം, ബ്രാഞ്ച് കമ്മിറ്റി അംഗം പറയണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടൂ എന്ന് പറയുന്ന രീതിയിലേക്ക് ജനാധിപത്യത്തെ കൊണ്ടെത്തിച്ചുകൊണ്ടാണ്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM-ന് അഭിമാനിക്കാം. ഈ കേഡർമാരെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി CPM ഒരുപാട് കഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും പണിയെടുത്തുണ്ടാക്കിയ പാർട്ടി തന്നെയാണ് CPM. കാരണം സൊസൈറ്റികളിൽ പിൻവാതിലൂടെ ആളുകളെ നിയമിച്ച് ഒരു കുടുംബം ഉണ്ടാക്കുക, ആ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കും. സൊസൈറ്റികളിലൂടെ പിൻവാതിൽ നിയമനം നടത്തുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ടെൻഡർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ ബോർഡുകൾ, ഇതിലെല്ലാം തന്നെ CPM മാത്രം പിൻവാതിൽ നിയമനം നടത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭരിക്കുന്നത് CPM ആണ്. കഴിഞ്ഞ കാലങ്ങളിൽ 10 വർഷമായിട്ട് CPM ഇവിടെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയതിന്റെ കണക്കെടുത്തു കഴിഞ്ഞാല് അത് നമ്മളെ തന്നെ അമ്പരിപ്പിക്കുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കന്മാരെ വരെ അമ്പരിപ്പിക്കുന്ന രീതിയിലായിരിക്കും. CPM പണിയെടുത്താണ് ഉണ്ടാക്കിയതെന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം അതാണ്. പോലീസിൽ പോലും PSC വഴി 1-ാം റാങ്കും 2-ാം റാങ്കും നേടിക്കൊടുക്കാൻ CPM കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പരിണത ഫലമാണ് CPM ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും CPM-ന്റെ പാർട്ടി വോട്ടുകൾ. CPM-ന് ധൈര്യമായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കൊക്കെ ഈ 110 സീറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് കടന്ന കൈയായി പോലെ രാഹുലെ. ഇത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നതല്ല, ഇവിടെ പിണറായി വിജയന്റെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കിയതാണ്. ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ്.
ഇന്റലിജൻസ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഭരണവിരുദ്ധ വികാരമുണ്ട്, അതിന്റെ ഒരു പ്രതിപ്രവർത്തനമാകാം. പക്ഷെ ജനങ്ങളാണ് അവസാന ഘട്ടത്തിൽ വോട്ട് ചെയ്തത്. ആര് വിജയിക്കും ആര് വിജയിക്കും. പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ ഒരു തുടർഭരണം സാധ്യമാകുമെന്നാണോ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് കാണാൻ? പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തിയാൽ, പിണറായി വിജയൻ മാത്രമല്ല താഴോട്ട് വരുമ്പോ ഇവിടുത്തെ LC സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും. ശൈലി മാറ്റമല്ലേ വേണ്ടത്, നേതാക്കളെ മാറ്റമല്ലല്ലോ വേണ്ടത്. ശൈലിയും മാറണം. ഈ ശൈലി ആരാണ് കൊണ്ടു നടക്കുന്നത്? നേതാക്കന്മാരല്ലേ, CPM മാരാണ്. ഇത് മാറുകയൊന്നുമില്ല. ഇവരുടെ ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് സുഖിച്ചു പോയല്ലോ, 10 വർഷം അധികാരത്തിൽ നിന്നപ്പോ അധികാരം സുഖിച്ചു പോയത് കൊണ്ട് വീടിന്റെ തിണ്ണയിൽ വന്നാൽ നിനക്ക് തരാമെന്ന് പറയുന്ന ആ തിണ്ണമിടുക്ക്, ആ തിണ്ണമിടുക്ക് കാണിക്കുന്ന രീതിയിലേക്ക് CPM പോയി കഴിഞ്ഞു. ഇനി CPM അടി കിട്ടിയെങ്കിൽ മാത്രമേ CPM പൊടിക്കൂ. ഇപ്പൊ കിട്ടിയിരിക്കുന്ന അടിയിൽ CPM ഒന്ന് എണ്ണിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെ CPM പ്രവർത്തിക്കുമെന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം. കാരണം ഈ രാഷ്ട്രീയമാണല്ലോ. തിരിച്ചു വന്നിടാത്ത ദൂര യാത്രയല്ലതിന് സഖാക്കളെ തച്ചുടച്ചിടാത്തതിന് മനോബലം എന്ന് പറയുന്നത് പോലെ CPM പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. CPM തിരിച്ചു വരാൻ കഴിയും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പണിയെടുത്തുണ്ടാക്കിയത് കൊണ്ടാണ്. ഈ പാർട്ടി കിണർമാരെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയൊന്നുമല്ല. ഒരു വീട്ടിൽ ഒരാൾ എന്ന രീതിയിൽ ഓരോരുത്തർക്കും പണി കൊടുക്കുക. ആ പണിയുടെ പേരിൽ ആ വീട്ടിൽ ചെന്ന് പല കാര്യങ്ങളുമായിട്ട് ഈ പല ആളുകളുടെയും സാമ്പത്തിക നില വളരെ മോശമായതുകൊണ്ട് ഇവരുടെ എല്ലാം പ്രമാണങ്ങളെല്ലാം ബാങ്കിലായിരിക്കും ഇരിക്കുന്നത്. ആ ബാങ്ക് കരിയണമെങ്കിൽ CPM കരിയണം. അപ്പൊ അതുകൊണ്ട് വലിയ രീതിയിലുള്ള വോട്ട് മാറ്റോ അല്ലെങ്കിൽ കൂറുമാറ്റോ ഒന്നും ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. കാരണം CPM എല്ലാം വ്യക്തമായിട്ട് കൃത്യമായിട്ട് സെറ്റിൽമെന്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. ഓരോ ആളുകളെയും, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രമാണമെടുത്ത് സൊസൈറ്റിയിൽ വെക്കുക, പിന്നീട് എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ ഇത് കാണിച്ച് പേടിപ്പിക്കുക. പേടിപ്പിച്ചാണ് CPM ഇപ്പോൾ കിണർമാരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് CPM സംബന്ധിച്ച്. ഇനി എന്തോ CPM എന്ത് ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാലും അറ്റത്തെത്തുമ്പോ ചിഹ്നം കണ്ടാ കുത്തണം. ഇനി എന്നെ ഒന്നും സഹായിച്ചിട്ടില്ലെങ്കിലും എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അത് രാഷ്ട്രീയമല്ലേ, അത് രാഷ്ട്രീയപരമായി ആദർശപരമായി അത്തരത്തിൽ വോട്ട് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഇന്ന് ആ ആൾക്കാരില്ല, അവിടെയാണ് വിഷയം. ഇന്ന് അങ്ങനെയുള്ള ആൾക്കാരില്ല. പുതിയ ജെൻസി തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ജെൻസി തലമുറ പറയുന്നത് ലെഫ്റ്റ് എന്നുള്ള ആൾട്ടർനേറ്റീവ് അല്ലാതെ കേരളത്തിനെ വേറെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ലെന്നാണ്. ശരി, പക്ഷെ ലെഫ്റ്റിനല്ലല്ലോ ജെൻസികൾ വോട്ട് കൊടുക്കുന്നത്. വോട്ടിന്റെ പെർസെന്റേജ് മാറുന്നതനുസരിച്ച് നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാല് ജെൻസികൾ വെറുത്തു തുടങ്ങി LDF. കാരണം എന്താണ്? CPM പല ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. താഴെ തട്ടിൽ കിടക്കുന്ന SFI പുരോഗമന ആശയങ്ങൾ പറയുമ്പോൾ ഇപ്പുറത്തുന്ന CPM കാണിക്കുന്നത് മറ്റൊരു ആശയമാണ്, സദാചാര ആശയങ്ങൾ. ഏറ്റവും കൂടുതൽ കേരളത്തിലെ സദാചാരം പ്രവർത്തിക്കുന്നതും സദാചാരവാദികളായിട്ടുള്ളതും CPM-കാരാണ്. നോക്കിയാൽ മതി. ഏതൊരു പ്രശ്നം എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു ഏത് സിനിമയിലായിരുന്നു, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന സിനിമയില് പണ്ട് ഇതേ കൂട്ടൊരു ഡയലോഗ് ഉണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, CPM പാർട്ടി അങ്ങനെ ആയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തു തർക്കം. പാർട്ടി ഇടപെടും, അത് അവരുടെ ശൈലിയായി പോയി. പണ്ട് തൊട്ടേ ഇത്തരത്തിലുള്ള ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിലും ഇടപെട്ട് നാട്ടിലൊരു പ്രശ്നം വന്നാൽ ഇടപെടുന്നത് തെറ്റാണെന്നാണോ പറയുന്നത്? നാട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇടപെടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ആ ഇടപെട്ട് ഇത് ഞാനാണ് ഒത്തുതീർപ്പാക്കിയത്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല എന്നുള്ള ചില ധാർഷ്ട്യമുണ്ടല്ലോ. പിന്നീട് കോൺഗ്രസ്സുകാരെയും BJP-കാരെ കൊണ്ട് സാധിക്കാത്തത് അല്ല, പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഡേ നീ ഇവിടെ വാ, നിനക്ക് ഞാനല്ലേ ഇത് തന്നേന്ന് പറഞ്ഞിട്ട് അവന്റെ ഇന്ന് പൈസ വാങ്ങിക്കുന്ന ഒരു പരിപാടി. ഇത് കുറെ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ മടുക്കും. സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കുന്നു, എന്നിട്ട് എല്ലാ പ്രാവശ്യവും പൈസ വാങ്ങി. പൈസ കൊടുത്തില്ലെങ്കിലോ നിനക്ക് ഞാനല്ലടാ സെറ്റിൽമെന്റ് ചെയ്ത് തന്നെ, കാശ് തന്നില്ലെങ്കിൽ ഞാനത് വീണ്ടും വിഷയങ്ങളാക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരാളെ പൂട്ടാൻ വേണ്ടിയിട്ട്, ഒരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇവിടുത്തെ CPM നേതാക്കന്മാർ പോകുന്നത് കൊണ്ടാണ് ഇവിടുത്തെ അണികൾ, CPM അണികൾ CPM തിരിച്ചു വോട്ട് കുത്തുന്നത്.